ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ അല്ലാണ്ട് എങ്ങനെയാണ് ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്യാന്നുള്ളതാണ്. ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അവീനോയുടെ മോയ്സ്ചറൈസറാണ്. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര റിലീഫാണ്. നല്ലൊരു എൻ്റെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ്. 48 മണിക്കൂർ വരെ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഓട്സിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഉള്ളൊരു മോയ്സ്ചറൈസറാണ് അവീനോ. ഇത് നിങ്ങൾക്ക് കോമ്പിനേഷൻ ഡ്രൈ സെൻസിറ്റീവ് സ്കിൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. കാരണം നന്നായിട്ട് റിലീഫ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത്. അതിനുശേഷം ഞാൻ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. പുറത്തൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ വർക്കിനൊക്കെ പോകുമ്പോഴോ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് മോഡൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണതാണ് നല്ലത്. ഞാനാണെങ്കിൽ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് അതിൽ പ്രൊഡക്റ്റൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അത്രയും അടിപൊളി പ്രൊഡക്റ്റാണിത്. ഇതിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് ഞാനിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ഒരു ഡ്യൂയി എഫക്റ്റ് വരുന്നുണ്ട്. ഡ്രൈ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ഇതാണ് കേട്ടോ, സ്റ്റിക്കാണിത്. കൂടാതെ ഇതിൽ റൈസിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. ഇത് മുഖത്തിട്ട ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കിൻ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. സൺസ്ക്രീൻ നന്നായിട്ട് ബ്ലെൻഡാക്കി അബ്സോർബ് ആക്കുക. ഇത് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്തൊരു ലുക്കാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ പോൺസിൻ്റെ BB ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. എൻ്റെ ഷെയ്ഡിനോട് മാച്ച് ചെയ്ത ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. ഫൗണ്ടേഷൻ വേണ്ടാത്ത സിമ്പിൾ ലുക്സൊക്കെ ചെയ്യാനായിട്ട് BB അല്ലെങ്കിൽ CC ക്രീം മാത്രം മതിയാവും നമുക്ക്. ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് തന്നെ ഫൗണ്ടേഷൻ, CC മീൻസ് കൺസീലിംഗ് എല്ലാത്തിൻ്റെയും ഒരു എഫക്റ്റ് തരും. ഒരുപാട് കവറേജ് ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഒരു ഷിയർ കവറേജ് ആയിരിക്കും ഉണ്ടാവുക. എന്നാലും നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും സ്കിന്നുമായിട്ട് മെർജ് ആവുന്നത് കാണാൻ പറ്റും. ഫൗണ്ടേഷൻ ഇട്ടു എന്നുള്ളൊരു ഫീൽ തരാത്ത ക്രീംസാണ് CC, BB പോലുള്ള ക്രീംസുകൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീം ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീംസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരുപാട് ഹെവി ലുക്ക് ആവശ്യമില്ല. എന്നാലൊരു ജസ്റ്റ് മുഖത്തെ ഒരു ചെറിയ ചെറിയ പാടുകളും ബ്ലെമിഷസൊക്കെ ഒന്ന് കവർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് BB ക്രീംസൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. പോൺസിൻ്റെ BB ക്രീം നല്ല ബ്ലെൻഡബിൾ ആണ്, സ്മൂത്തും ആണ് കേട്ടോ. ചെറിയൊരു ഫ്രേഗ്രൻസ് ഉണ്ട്, എന്നാലും അത് ഒരുപാട് അസഹനീയമായ ഫ്രേഗ്രൻസ് ഒന്നുമല്ല. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്ലോറൽ ടൈപ്പ് സ്മെല്ലാണ്. ഞാൻ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ഒരുപാട് കവറേജ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത്യാവശ്യം ഒരു ഷിയർ കവറേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്യാവശ്യം വേണ്ട പാടും കാര്യങ്ങളും പോൾസൊക്കെ ഒന്ന് കവർ ചെയ്ത് തരും. സോ ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈയുടെ ആ ഒരു മോഷൻ ഉണ്ടല്ലോ, ഒരു ചൂട് കൊണ്ടിട്ട് ഇതിങ്ങനെ സ്കിന്നിലോട്ട് അപ്ലൈ ആയി പോകണം. ബ്രഷ് ഉപയോഗിക്കേണ്ട, കൈ കൊണ്ട് തന്നെ നമ്മളിത് സ്കിന്നിലോട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ സ്കിന്നിൽ ഈ ക്രീം ഇട്ട് കഴിഞ്ഞിട്ടുള്ള മാറ്റം അറിയാൻ പറ്റുന്നുണ്ടാവും. ഒരു കവറേജ് കിട്ടിയിട്ടുണ്ട്. ഹെവി കവറേജ് അല്ലെങ്കിലും ഷിയർ കവറേജ് ആണ്. ഇത് നമുക്ക് ബിൽഡബിൾ ആണ്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ലെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു 1 ലെയറിൽ നിർത്തുകയാണ്. അത്യാവശ്യം ഒരു കവറേജ് എനിക്ക് കിട്ടിയതായിട്ട് തോന്നുന്നുണ്ട്. നല്ല പോലെ ബ്ലെൻഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അബ്സോർബ് ആവുന്നൊരു പ്രൊഡക്റ്റാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ പാച്ചി ആയിട്ട് നിൽക്കും. സോ നല്ലപോലെ കൈയുടെ ചൂട് കൊണ്ട് തന്നെ അതിങ്ങനെ ബ്ലെൻഡ് ആക്കാൻ ശ്രമിക്കുക. മുഖത്തോട് കൂടി തന്നെ നമ്മൾ നെക്കും മാച്ച് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ 2 കളറായിട്ട് നിൽക്കും. നെക്കിൻ്റെ അവിടെയും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ്. ഇത് ബ്ലഷാണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷാണ്. ക്രീം ടിൻ്റ് എന്ന് പറയും. ഇത് 3-in-1 പ്രൊഡക്റ്റാണ്. ബ്ലഷായിട്ട് യൂസ് ചെയ്യാം, ലിപ് ടിൻ്റായിട്ട് യൂസ് ചെയ്യാം, ഐ ഷാഡായിട്ടും യൂസ് ചെയ്യാം. ഞാനിതേപോലെ എൻ്റെ ചീക്ക് ബോൺസിൽ 3 ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ 4 ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെ ഒന്ന് നമ്മുടെ കവിള് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക. ലൈക്ക് ബ്ലെൻഡ് ചെയ്യാന്ന് പറയില്ലേ, പക്ഷേ ഇത് 4 ഫിംഗേഴ്സ് വെച്ചിട്ട് മുകളിലോട്ടുള്ള മോഷനിൽ ചെയ്ത് കൊടുക്കുക. നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ഷെയ്ഡിനും പറ്റുന്ന ഒരു കളറാണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ഇതിൻ്റെ ഷെയ്ഡ് നെയിം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് മേടിക്കാം. ഈ ലിപ് ടിൻ തന്നെ ഞാൻ എൻ്റെ ചുണ്ടിലും അപ്ലൈ ചെയ്യാൻ നോക്കുകയാണ്. ഇതൊരു ലൈറ്റ് പിങ്ക് അല്ല, ഒരു പിങ്കിഷ് ഷെയ്ഡാണ്. പക്ഷേ ഇത് ഇട്ടപ്പോൾ എന്താ പ്രശ്നം എന്ന് വന്നാൽ എനിക്കിത് ഭയങ്കര പിങ്കായിട്ട് തോന്നി, ഒരു പെയിൽ കളറായിട്ട് തോന്നി. എൻ്റെ ചുണ്ടിൽ എനിക്ക് അത്ര ഒരു മാച്ചിങ് ആയിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ലിപ് ടിൻ്റെ അത്ര ചുണ്ടിലങ്ങനെ മാച്ച് ആവുന്നില്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് തന്നെ ഇടാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡായിരുന്നു പ്രിഫറൻസ്. ഇത്രയും ലൈറ്റിലോട്ട് പോകാൻ ഒരു വാഷ് ഔട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാനിത്
കണ്ണിൻ്റെ മുകളിലും ബാക്കി വന്ന പ്രൊഡക്ട്സൊക്കെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ അപ്പായി. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റിൽ ചെയ്യാവുന്ന മേക്കപ്പാണ് കേട്ടോ. ഇനി ഞാൻ എൽഫിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഐബ്രോ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ചെയ്യേണ്ട കാര്യമില്ല, ഗ്യാപ്സ് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. അഫോർഡബിൾ ഒരു ഡ്രഗ് സ്റ്റോർ ബ്രാൻഡാണ് എൽഫ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ഐബ്രോ പെൻസിലാണിത്. ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹെവി ലുക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നെ ഗ്യാപ്സ് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് നൈക്കയിൽ അവൈലബിൾ ആണ് കേട്ടോ. എൽഫിൻ്റെ പ്രൊഡക്ട്സ് ചില സമയങ്ങളിൽ ബൈ 1 get 1 ഒക്കെ ഉണ്ടാവാറുണ്ട് ഓഫേഴ്സ്. ആ സമയത്തൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കൂടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ കിട്ടും. സോ ഞാൻ എൻ്റെ ഗ്യാപ്സ് മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മാമ എർത്തിൻ്റെ കാജലാണ്. ഞാൻ ഈ കാജലിൻ്റെ റിവ്യൂ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. നല്ല സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള ഡാർക്ക് കാജലാണ്. കണ്ണെഴുതുമ്പോൾ എപ്പോഴും ഇങ്ങനെ അറ്റത്തുനിന്ന് ബ്രോഡായിട്ട് എഴുതി കൊടുക്കുകയാണെങ്കിൽ കണ്ണ് ഒരുപാട് വിടർന്ന മാതിരി ഒരു ഫീല് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. CC അല്ലെങ്കിൽ BB ക്രീംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ്റെ പോലെ അത്രയും ഹെവി ലുക്ക് അല്ലാത്തൊരു മേക്കപ്പ് ലുക്ക് കിട്ടും. പോൺസിൻ്റെ ഈ BB ക്രീം ഇട്ടപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഫീൽ അല്ലാട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കതൊരു സ്കിന്നിനോട് നന്നായിട്ട് മെൽറ്റായിട്ട് അതിൻ്റെ ഒരു ഷെയ്ഡ് പുറത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ കീറോയുടെ സ്റ്റാക്കബിൾ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, 4-in-1 ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിലെ ന്യൂഡ് ഷെയ്ഡ്സാണ്. ഡാർക്കായിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ നേരത്തെ ഇട്ട ലിപ് ടിൻറ്റിൻ്റെ മുകളിലൂടെ ഇടുകയാണ്. കാരണം എനിക്ക് അത്ര ഒരു കംഫർട്ടബിളായിട്ട് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ന്യൂഡ് ലിപ്സ്റ്റിക്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും കുറച്ചും കൂടി ഡാർക്കാക്കാൻ ഞാൻ അതിൽ നിന്ന് തന്നെ വേറൊരു ഡാർക്കസ്റ്റ് കളർ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കീറോയുടെ ഈ ലിപ്സ്റ്റിക്സിൽ 4 ന്യൂഡ് ഷെയ്ഡ്സ് ആണുള്ളത്. എനിക്ക് ബൈ 1 get 1 ഓഫറിൽ ഇതിൻ്റെ 2 ടൈപ്പ് കിട്ടിയിരുന്നു. ഒന്ന് അൾട്ടിമേറ്റ് കോഡും പിന്നെ സുപ്രീം കോഡ് എന്ന് പറഞ്ഞിട്ടാണ് കീറോയുടെ 2 4-in-1 ലിപ്സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ മസ്കാരയായിട്ട് ലാക്മേയുടെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ലാക്മേയുടെ മസ്കാര എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെവി ലാഷസ് ഇല്ലാത്ത, എന്നാൽ സാധാരണ ലാഷിന് ജസ്റ്റ് ഒരു കളർ മാത്രം കൊടുക്കുന്ന തരത്തിലുള്ള മസ്കാരയാണ്. മെയ്ബലിൻ്റെ മസ്കാരസൊക്കെ ഭയങ്കര ഹെവി ലാഷസ് ഒന്നും കൂടി തിക്കാക്കും. പക്ഷെ ലാക്മേയുടെ അത്രയധികം തിക്കാക്കാത്ത ഒരു നാച്ചുറൽ സിമ്പിൾ ലുക്ക് തരുന്ന മസ്കാരയാണ്. ലാക്മേ ഐക്കോണിക് മസ്കാരയാണ് കേട്ടോ ഇത്. ഓഫീസിലും വർക്കിലൊക്കെ പോകുമ്പോൾ പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയൊരു തരത്തിൽ മസ്കാര ഇട്ടാൽ മതി. ലൈക്ക് ലാഷസ് ഒരുപാട് എടുത്ത് കാണിക്കേണ്ട, എന്നാലൊരു കളറ് കിട്ടണം ലാഷസിന്. ജസ്റ്റ് ഒരു സിമ്പിൾ ലുക്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാവുന്ന ഒരു മസ്കാരയാണ് ലാക്മേ. ഞാനിത് ജസ്റ്റ് ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസസ് കാനഡയുടെ ഐവറി ഷെയ്ഡിലുള്ള കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പോൾസൊക്കെ ഉള്ള സ്കിന്നാണ്. ഓയിലി അല്ലെങ്കിൽ കൂടി ഞാൻ ഈ പൗഡർ യൂസ് ചെയ്യാറുണ്ട്. കാരണം അത് സെറ്റാക്കും നമ്മുടെ ഇട്ടിരിക്കുന്ന ക്രീംസും ബ്ലഷും ഒക്കെ ഒന്ന് അതേപോലെ തന്നെ ഒന്ന് സെറ്റായിരിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് സീൽ ചെയ്യുന്നത് നല്ലതാണ് കോമ്പാക്ട് പൗഡർ കൊണ്ട്. ഇനി നിങ്ങൾക്ക് ഹെയർ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഞാനിവിടെ ബ്രെയ്ഡ് ചെയ്യാണ്. ഓഫീസ് ലുക്കൊക്കെ ആകുമ്പോൾ നമ്മൾ സാധാരണ ഇതേപോലെയുള്ള ഹെയർ സ്റ്റൈൽസ് ആയിരിക്കും പ്രിഫർ ചെയ്യുക അല്ലേ. ഒന്നില്ലെങ്കിൽ പോണി ടെയിൽ അല്ലെങ്കിൽ ഇതേപോലെ ബ്രെയ്ഡഡ് അങ്ങനെയുള്ള ലുക്സ് ആയിരിക്കും ഹെയറിന് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുക. സോ ഞാനിത് ഓഫീസ് ലുക്ക് എന്നുള്ളൊരു ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫേസിന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പാർട്ടീഷൻ എടുത്തിട്ട് മുടി അതേപോലെ കെട്ടിക്കൊടുക്കാം. യൂഷ്വലി ഞാൻ പുട്ടപ്പാണ് ചെയ്യാറുള്ളത്. പിന്നെ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ബ്രെയ്ഡ് ചെയ്തെന്ന് കാണിച്ചതാണ്. ആക്സസറൈസ് ചെയ്യുന്നത് നമ്മുടെ ലുക്കിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യും. ഒരു വാച്ചോ അല്ലെങ്കിൽ ഒരു ബ്രേസ്ലെറ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു വാച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ സൂക്കിൻ്റെ ഒരു ഓഫീസ് ബാഗാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഓഫീസ് ബാഗാണ്. ഓഫീസ് യൂസിന് അടിപൊളിയായിട്ടുള്ളൊരു ബാഗാണ്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഫൗണ്ടേഷൻ ഇടാത്ത സിമ്പിളായിട്ടുള്ളൊരു ഓഫീസ് ലുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു ഈസി ലുക്കാണ്. കുറച്ച് പ്രൊഡക്ട്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.